KSRT ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ശ്രദ്ധിക്കുക, ഡിജിറ്റൽ നവീകരണത്തിന്റെ ഭാഗമായി ട്രാവൽ കാർഡ് പുനരവതരിപ്പിച്ചിരിക്കുകയാണ് KSRTC. യാത്ര കൂടുതൽ സുഗമവും പണരഹിതവും കടലാസ് രഹിതവുമാക്കുന്നതിന് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ സംരംഭങ്ങളും KSRTC ആസൂത്രണം ചെയ്യുന്നു. KSRTC ചലോ ആപ്പുമായി സഹകരിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വിതരണം ചെയ്യാൻ റീചാർജ് ചെയ്യാനാകുന്ന 1,00,000 യാത്രാ കാർഡുകളാണ് തുടക്കത്തിൽ പുറത്തിറക്കുന്നത്. അതത് ഡിപ്പോകളിൽ ഇതിനകം ഉപയോഗത്തിലുള്ള പുതിയ ആൻഡ്രോയിഡ് അധിഷ്ഠിത സ്മാർട്ട് ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുകൾ അഥവാ ETMകൾ ഉപയോഗിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. സ്വൈപ്പ് വഴിയാണ് നിരക്കുകൾ ഡെബിറ്റ് ചെയ്യപ്പെടുന്നത്. കൂടുതൽ മെഷീനുകൾ വിതരണം ചെയ്യുകയും ജീവനക്കാർക്ക് പരിശീലനം നൽകുകയും ചെയ്യുന്നതോടെ ട്രാവൽ കാർഡ് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. ചില്ലറക്ഷാമം എന്ന പ്രശ്നം ഇതിൽ കൂടി ഇല്ലാതാകുകയും ഇത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് 100 രൂപയ്ക്ക് ട്രാവൽ കാർഡ് സ്വന്തമാക്കാം. 50 രൂപ മുതൽ 2000 രൂപ വരെയാണ് റീചാർജ് തുക. കാർഡുകൾ കൈമാറ്റം ചെയ്യാവുന്നതാണ്. കാർഡുകളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ യാത്രക്കാർക്ക് ബന്ധപ്പെട്ട യൂണിറ്റിൽ അപേക്ഷ സമർപ്പിക്കാം. 2 ദിവസത്തിനുള്ളിൽ പുതിയ കാർഡും ലഭ്യമാകും. കാർഡ് നമ്പർ നൽകിക്കൊണ്ടോ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടോ ഉപഭോക്താക്കൾക്ക് അവരുടെ ബാലൻസ് പരിശോധിക്കാൻ ETMകൾ സഹായിക്കും. യാത്രാ കാർഡുകൾ റീചാർജ് ചെയ്യുന്നതിനും ETMകൾ ഉപയോഗിക്കാം. ബസ്സുകളെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന പ്രത്യേക ആപ്പും നിലവിൽ വരും. പ്രധാന ബസ് സ്റ്റേഷനുകളിൽ ഡിസ്പ്ലേ സ്ക്രീനുകൾ ഘടിപ്പിക്കുകയും KSRTC ബസിന്റെ ഷെഡ്യൂളുകളെ പറ്റിയുള്ള തത്സമയ വിവരം നൽകുന്നതിനായി പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റവും ഉടനടി നിലവിൽ വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.